നമസ്കാരം. ഇന്ത്യയുമായി ഒരു വലിയ വ്യാപാര കരാറിന് ധാരണയാകുമെന്ന തരത്തിൽ സൂചനകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇത് ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന ഒന്നായിരിക്കുമെന്നും വ്യക്തമാക്കി ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നേട്ടമുണ്ടാകുന്ന ഒന്നായിരിക്കുമെന്ന് ട്രംപ് ഇത് വ്യക്തമാക്കി. വാഷിംഗ്ടണിൽ ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ US-മായി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. ഓഗസ്റ്റ് 1 പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പുതിയ താരിഫ് നിരക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾക്ക് പ്രാധാന്യമേറുന്നത്. 20-ൽ-അധികം രാജ്യങ്ങൾക്ക് US താരിഫ് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇതുവരെ അത്തരമൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യയുമായി ഒരു കരാറിന് US കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഇതിന്റെ സൂചനയായി ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യയുമായി അടുത്തിടെ ഉണ്ടാക്കിയ വ്യാപാര കരാർ പോലെ ഇന്ത്യയിലും വിപണി പ്രവേശനം നേടാനാണ് US ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇന്തോനേഷ്യയുമായുള്ള കരാറിൽ താരിഫ് നിരക്ക് 32% നിന്ന് 19% കുറച്ചിരുന്നു. ഇന്ത്യക്ക് 20% താഴെ താരിഫ് നിരക്ക് വാഗ്ദാനം ചെയ്യാനാണ് US ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്ക് ഒരു മത്സരപരമായ നേട്ടം നൽകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം 2030ഓടെ $500 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കാർഷിക വാഹന മേഖലകളിലെ തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിലും ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ താരിഫ് ഇളവുകൾ നൽകണമെന്നാണ് US-ന്റെ പ്രധാന ആവശ്യം. എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളിൽ താരിഫ് ഇളവുകൾ നൽകുന്നതിൽ ഇന്ത്യ നിലവിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയങ്ങളിൽ ധാരണയിലെത്താനാണ് നിലവിലെ ചർച്ചകൾ ശ്രമിക്കുന്നത്. അതേസമയം ഓഗസ്റ്റ് 1 ഒരു സുപ്രധാന ദിവസമായിരിക്കുമെന്നും അന്ന് തന്റെ രാജ്യത്തേക്ക് ധാരാളം പണം വരുമെന്ന് ട്രംപ് എടുത്തു പറഞ്ഞു. ഞങ്ങൾ $100 ബില്യൺ വരുമാനം നേടി. തീരുവകൾ കാര്യമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഓട്ടോമൊബൈലുകൾക്കും സ്റ്റീലിനും ഒഴികെ എന്നാണ് ട്രംപ് ഇത് പറയുന്നത്. ഇതോടെ US-ഇന്ത്യ വ്യാപാര കരാർ വീണ്ടും ചർച്ചകൾ ഇടം നേടുകയാണ്. ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം നൽകുന്ന ഒരു കരാറിനായി അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച US പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഇന്തോനേഷ്യയുമായി ഒരു പുതിയ വ്യാപാര കരാറും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ ഇന്തോനേഷ്യ 19% കുറഞ്ഞ തീരുവ നിരക്ക് നേടേണ്ടി വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയും അമേരിക്കയും നടത്തുന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു. അധികം വൈകാതെ തന്നെ അന്തിമ ധാരണയാവുമെന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.